ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇന്ന് നമ്മളുണ്ടാക്കാൻ പോണ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ഉപ്പ്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതൊക്കെ അവരുടെ ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിച്ച് ചൂടാക്കിയ ശേഷം കടുക് വറുത്ത് ഉലുവയിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഉള്ളിയും തക്കാളി എല്ലാം കൂടെ പച്ചമുളകും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴറ്റാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിടണം. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബിരിയാണി വയ്ക്കാനായിട്ട് ചോറ് വെച്ചതാട്ടോ. അത് വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ് എല്ലാം കൂടെ ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കൂത്ത് വെച്ച ബസ്മതി അരിയാണ് ഇട്ട് വേവിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്തും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മസാല എല്ലാം ഇട്ടൊന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത ചിക്കനും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ദം ചെയ്യാനായിട്ട് ആദ്യം കറി ഒഴിച്ചു. അതിനുശേഷം ചോറ്, പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടു. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് 2 പാഴ്സലുണ്ടായിരുന്നു, അതിന് വേണ്ടി ഞങ്ങൾ പൊതിഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സലാഡും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇന്ന് പാലട പായസം ഉണ്ടാക്കി. അതിന് ആദ്യം നെയ്യൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ചൗരിയും ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ അടയുണ്ടല്ലോ, അരിയട, അതുകൂടെ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പാലൊഴിച്ച് ഇളക്കി കുറേ നേരം വേവിച്ചു. അപ്പോൾ അട വെന്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് പിന്നെ നമ്മുടെ ഇത് സെറ്റായതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, ആർക്കും താല്പര്യമുള്ള മുന്തിരിങ്ങ ഇട്ടില്ല, അതും കൂടെ വറുത്തിട്ടു. പിന്നെ ഏലക്കയും കൂടെ പൊടിച്ചിട്ടു. അപ്പോൾ നമ്മുടെ പായസം സെറ്റ്. വേണമെങ്കിൽ കഴിച്ചോട്ടാ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.